അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഹബക്കുക്ക് പ്രവചനം 3-ാം അധ്യായം 18-ാം വാക്യം നമുക്ക് വായിക്കാം. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ഇന്നത്തെ സമൂഹത്തെ അടക്കി വാഴുന്ന ഒരു ഫിലോസഫിയാണ് ഹീഡനിസം. മനുഷ്യൻ്റെ ഏറ്റവും പ്രധാന ആവശ്യവും ലക്ഷ്യവും ആനന്ദം കണ്ടെത്തുക, സന്തോഷിക്കുക എന്നതാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. അതിന് ജനം പല വഴികളാണ് തിരഞ്ഞെടുക്കുന്നത്. മദ്യപാനത്തിൽ കൂടിയും വ്യഭിചാരത്തിൽ കൂടിയും മയക്കുമരുന്നുകളിൽ കൂടിയും പല വ്യക്തികൾ ആനന്ദം കണ്ടെത്തുന്നു. ചിലർ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നുണ്ട്. ചിലർ കലഹമുണ്ടാക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നു. ചിലർ പലവിധമായ കളികളിൽ കൂടിയും ആനന്ദം കണ്ടെത്തുന്നു. ദുഃഖത്തിൽ നിന്നും കഷ്ടതകളിൽ നിന്നും നിരാശയിൽ നിന്നും വ്യസനത്തിൽ നിന്നും രക്ഷ നേടുക എന്ന ലക്ഷ്യമാണ് ഇപ്രകാരമുള്ള സന്തോഷം ആഗ്രഹിക്കുന്നതിന് പിന്നിലെന്ന് അവർ പറയുന്നു. ഇപ്രകാരം ലഭ്യമാകുന്ന സന്തോഷത്തിനും ആനന്ദത്തിനും ആയുസ് കുറവാണെന്നതും അതിന് നമ്മുടെ ഭാവിയെ തകർക്കുവാനുള്ള ശക്തിയുണ്ടെന്നുള്ളതും അനേകരും ഓർക്കുന്നില്ല എന്നത് പരിതാപകരമാണ്. എന്നാൽ നെഹമ്യാവ് 8-ാം അധ്യായം 10-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം യഹോവയിൽ സന്തോഷിച്ചാൽ നമ്മുടെ ഭാവിക്ക് അനുഗ്രഹമായിരിക്കും. നിരാശയിൽ നിന്നും നമുക്ക് മോചനമുണ്ടാകും. യേശുവിൽ സന്തോഷിക്കുന്ന വ്യക്തികളെ രോഗത്തിന് പിടികൂടാനാവുകയില്ല. യഹോവയെങ്കിൽ സന്തോഷിക്കുന്ന വ്യക്തികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഹൃദയത്തിൽ പകയും പിണക്കവും സൂക്ഷിച്ചാൽ അത് വിഷമായി നമ്മുടെ രക്തത്തിൽ അലിയുകയും പലവിധമായ രോഗങ്ങളായി തീരുകയും ചെയ്യുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധിയും ഹൃദയത്തിൻ്റെ ആനന്ദവും ശരീരത്തിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണെന്ന് നാം മനസ്സിലാക്കണം. ക്യാൻസർ രോഗം ബാധിച്ച ഒരു വ്യക്തിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടേഴ്സ് പറഞ്ഞു, ഏതാനും ആഴ്ചകളെ നിനക്ക് ശേഷിക്കുന്നുള്ളൂ എന്ന്. അത് കേട്ട അവൻ നന്നായി ഒന്ന് പുഞ്ചിരിച്ചു. അവനെ മറ്റ് രോഗികൾ കിടക്കുന്ന വാർഡിലേക്ക് മാറ്റി. ഡോക്ടേഴ്സ് അവനെ നിരീക്ഷിക്കുകയായിരുന്നു. അവൻ്റെ മുഖത്തെ പ്രസരിപ്പും സന്തോഷവും എല്ലാവർക്കും കാണാമായിരുന്നു. അവനെല്ലാവരോടും യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഉത്സാഹത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു. യേശു കൊടുക്കുന്ന പാപക്ഷമയെക്കുറിച്ച് മരണം കാത്തു കിടക്കുന്ന രോഗികളോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഡോക്ടേഴ്സ് അവന് നിശ്ചയിച്ച അവധിക്ക് അവൻ മരിക്കുന്നതിന് പകരം വളരെ ഉന്മേഷവാനായി കാണപ്പെടുകയാണ് ചെയ്തത്. അവൻ മാത്രമല്ല, അവനിൽ നിന്നും യേശുവിനെക്കുറിച്ചും യേശു സൗജന്യമായി കൊടുക്കുന്ന പാപക്ഷമയെക്കുറിച്ചും കേട്ടവരെയും നിരാശ മാറി ധൈര്യശാലികളും സന്തോഷവാന്മാരുമായി കാണപ്പെട്ടു. ഡോക്ടേഴ്സ് അത്ഭുതപ്പെട്ടു. ഇവരിൽ ഈ മാറ്റത്തിന് കാരണം അന്വേഷിച്ചപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി. മരുന്നിനും മെഡിക്കൽ സയൻസിനും കൊടുക്കുവാൻ പറ്റാത്ത സൗഖ്യം യഹോവയെങ്കിലെ അഥവാ യേശുവിലെ സന്തോഷത്തിന് കൊടുക്കുവാൻ കഴിയുമെന്ന് അവർ തിരിച്ചറിഞ്ഞു. യഹോവയെങ്കിലെ സന്തോഷമായിരുന്നു ആ ചെറുപ്പക്കാരനുണ്ടായിരുന്നത്. തന്നെപ്പോലെ മരണം കാത്തു കിടക്കുന്ന രോഗികളെ കണ്ടപ്പോൾ ക്രൂശിലെ സ്നേഹം ആ യൗവനക്കാരിലേക്ക് ഒഴുകിയെത്തി. അവനറിയാവുന്നതുപോലെ യേശുവിനെ സാക്ഷിച്ചു. പാപക്ഷമയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അനേകർക്കും അത് ഒരു സൗഖ്യത്തിന് മുഖാന്തരമായി തീർന്നു. കാരണം ക്ഷമിക്കുവാൻ കഴിയാത്ത ഹൃദയത്തിനുടമകളായി കഴിയുമ്പോൾ യേശുവിൻ്റെ ക്രൂശിലെ സ്നേഹത്തെ കേട്ടപ്പോൾ അവർ ക്ഷമിക്കുവാനും യേശുവിനോട് പ്രാർത്ഥിക്കുവാനും തുടങ്ങി. ഈ സമയം ആ യൗവനക്കാരൻ തൻ്റെ രോഗത്തെക്കുറിച്ച് മറന്നിരുന്നു. ഡോക്ടേഴ്സ് പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇവൻ്റെ രോഗം പൂർണ്ണമായി സൗഖ്യമായി എന്ന്. അവൻ്റെ മാത്രമല്ല, അവനിൽ നിന്നും യേശുവിനെ കേട്ട അനേകരുടെ രോഗം സൗഖ്യമായി. കാരണം ഈ ലോകസുഖത്തെക്കാളും യഹോവയെങ്കിൽ അവർ ആശ്രയിക്കുകയും പാപക്ഷമ പ്രാപിക്കുകയും മറ്റുള്ളവരോട് ക്ഷമിക്കുകയും ചെയ്തപ്പോൾ യഹോവയെങ്കിൽ സന്തോഷം അവരിലേക്ക് പാഞ്ഞു കയറി. അപ്പോൾ അവരിലെ രോഗം അവരെ വിട്ടുമാറി. ഈ ലോക സന്തോഷം നമ്മെ രോഗികളും ഡെഡ് ബോഡികളും ആക്കി തീർക്കുമ്പോൾ യഹോവയെങ്കിലെ സന്തോഷം നമ്മെ പാപത്തിൽ നിന്നും ഹൃദയ കാഠിന്യത്തിൽ നിന്നും ഹൃദയത്തിലെ കയ്പിൽ നിന്നും മാറാ രോഗത്തിൽ നിന്നും രക്ഷിക്കും. ഇക്കാരണം സൗജന്യമായി നമ്മെ സൗഖ്യമാക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു അഥവാ യഹോവയായ ദൈവം. നാം വായിച്ചു കേട്ട വേദവാക്യത്തിൽ ഹബക്കുക്ക് പറയുകയാണ്, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും.
ഇതേ ഹബക്കൂക്ക് പ്രവചനം 1-ാം അധ്യായം 2-ാം വാക്യത്തിലും 3-ാം വാക്യത്തിലും ദൈവത്തോട് പരാതി പറയുന്നുണ്ട്. കർത്താവ് അവൻ അതിന് മറുപടി കൊടുക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ ചെയ്യുവാൻ പോകുന്ന പ്രവൃത്തി നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ പറ്റാത്ത പ്രവൃത്തിയാണ്. ഹബക്കൂക്ക് 1-ാം അധ്യായം 5-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹബക്കൂക്കിൻ്റെ പരാതി ദൈവം അന്യായം കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നു എന്നതായിരുന്നു. ഹബക്കൂക്ക് 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ യഹോവ പ്രവാചകന് മറുപടി നൽകുകയാണ്. ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും, നിശ്ചയം താമസിക്കുകയില്ല. പ്രവാചകൻ്റെ പരാതി ദൈവത്തോട് അറിയിച്ചപ്പോൾ ദൈവം കൊടുത്ത മറുപടി പ്രവാചകനെ ആശ്വസിപ്പിക്കുന്നതായിരുന്നു. ദൈവത്തിൻ്റെ ദീർഘക്ഷമയാണ് അന്യായം ചെയ്യുന്നവർ അത് തുടരുവാൻ ധൈര്യം കാണിക്കുന്നതെന്ന് പ്രവാചകന് മനസ്സിലായി. തന്നെയുമല്ല, ദൈവപ്രവൃത്തി കാണുവാൻ താൻ കാത്തിരിക്കണമെന്ന് മനസ്സിലായി. ഒടുവിൽ താൻ പറയുകയാണ്: എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. ഹബക്കൂക്ക് 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ ആണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും എന്ന വാക്ക് വളരെ പ്രസക്തമാണ്. യഹൂദ നാട്ടിലെ വരുമാന സ്രോതസ് കൃഷിയും മൃഗങ്ങളുമാണ്. അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും ഒലിവ് വൃക്ഷവും ഫലം കൊടുക്കുന്നില്ലെങ്കിൽ രാഷ്ട്രം സാമ്പത്തിക പ്രതിസന്ധിയിലാകും. അതുപോലെ തന്നെ യവം, ഗോതമ്പ് തുടങ്ങിയ കൃഷി നിലത്തിൽ നിന്നും ആദായം കൊടുക്കുന്നില്ലെങ്കിൽ ക്ഷാമം നേരിടും. കന്നുകാലികൾ യഥാസമയം ആദായം കൊടുത്തില്ലെങ്കിലും രാജ്യത്ത് പ്രതിസന്ധി ഉണ്ടാകും. പ്രവാചകൻ താൻ ദൈവശബ്ദം കേട്ടതിന് ശേഷം പറയുകയാണ്: ദേശത്തെ സംരക്ഷിക്കുന്ന സകലവിധ വരുമാനവും നിന്നുപോയാലും ഞാൻ യഹോവയിൽ സന്തോഷിക്കും എന്ന്. അതേ, യഹോവയിൽ ഒരുത്തൻ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലെ നന്മകളൊന്നും ലഭിച്ചില്ലെങ്കിലും യഹോവെങ്കിലെ സന്തോഷം നീങ്ങിപ്പോകുകയില്ല. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്: ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു എന്ന്. 4-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹബക്കൂക്ക് പറഞ്ഞത്: അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാവുകയില്ല, ഒലിവ് വൃക്ഷത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലയിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഹബക്കൂക്ക് പ്രവചനം 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകളെ, നമ്മുടെ സന്തോഷം ഈ ലോകം തരുന്ന ഏതെങ്കിലും വസ്തുവിലാണോ? നമ്മുടെ മക്കളിലോ, ഭാര്യയിലോ, ഭർത്താവിലോ, മാതാപിതാക്കളിലോ, നിലത്തിലെ സമ്പത്തിലോ ആണോ? എങ്കിൽ അത് നമുക്കില്ലാതെ പോകുമ്പോൾ നമ്മുടെ സന്തോഷവും നഷ്ടപ്പെടും. എന്നാൽ നമ്മുടെ സന്തോഷം യഹോവെങ്കിലും അവൻ്റെ വചനം അനുസരിക്കുന്നതിലുമാണെങ്കിൽ ഏതെല്ലാം പ്രതീക്ഷകളും നന്മകളും നമുക്ക് നഷ്ടമായാലും ക്രൂശിലെ സ്നേഹവും യഹോവയെങ്കിലെ സന്തോഷവും നമുക്ക് നഷ്ടമാവുകയില്ല. നിലനിൽക്കുന്നതും മരണശേഷവും നമ്മെ ആനന്ദിപ്പിക്കുന്നതും യഹോവയെങ്കിലെ സന്തോഷം മാത്രമാണ്. അത് നമ്മെ ശക്തിപ്പെടുത്തുന്ന ബലമാണ്. ദൈവം പറയുന്ന കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ സ്നേഹത്തിൽ പാപം ചെയ്യാതെ വസിച്ചാൽ നിശ്ചയമായും യേശു നമ്മിൽ ദൈവസമാധാനവും ദൈവ സന്തോഷവും നിറയ്ക്കും. ആയതിനാൽ നമുക്ക് യഹോവയുടെ കൽപ്പനകൾ അനുസരിച്ച്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നിത്യജീവനാവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയുടെ സന്തോഷം തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ തിരിച്ചറിയുവാൻ തക്കവണ്ണം അങ്ങയുടെ മക്കളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുകയാണമേ. വേദനയിലും ദുഃഖത്തിലും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പൂർണ്ണ സൗഖ്യവും വിടുതലും കർത്താവ് കൊടുക്കുകയാണമേ. സാമ്പത്തികമായി ഞെരുങ്ങുന്നവർക്ക് സാമ്പത്തിക ക്ലേശത്തിൽ നിന്നും മോചനം കൊടുക്കുകയാണമേ. പീഡിപ്പിക്കപ്പെടുന്ന ജനങ്ങളെ അങ്ങ് വിടുവിക്കണമേ. ദൈവിക സമാധാനത്താൽ അങ്ങയുടെ മക്കളെ നിറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.